ഗൈസ്, നമ്മൾ ഇന്നത്തെ ഗോള് എന്ന് പറയുന്നത് ഓടിച്ചാടി തുള്ളി കളിക്കണം. ഗൈസ്, ഞാൻ നേരത്തെ ഒരു ഉച്ചയ്ക്ക് ഞാൻ ചുമ്മാ എൻ്റെ അനിയന് കളിക്കാൻ കൊടുത്തായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം ഇല്ലായിരുന്നു. അവൻ പോയതാണ്ട് ഇതിനെ പിടിച്ചോണ്ട് യവനാണോ നല്ലത്? നിങ്ങൾ പറ. യവനെ ഇത്രയും ഞാൻ അപ്ഗ്രേഡ് ആക്കിയിട്ടും ഒരു കുന്തം എങ്ങനെ എഴുത്തായില്ല. പിന്നെ അതിന് മുമ്പേ ഞാൻ കുറച്ച് ഫൈറ്റിനൊക്കെ പോയായിരുന്നു. അപ്പം ഞാൻ വീഡിയോ ടേക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങ് അറിയാതെ പോസാക്കിക്കുന്നത്. ഇഷ്ടം പോലെ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അല്ല ഗൈസ്, അനിയൻ പോയി പിടിച്ചുകൊണ്ട് വന്ന് ഏതാണെന്ന് തോന്നുന്നു. ഏതോ അവൻ പിടിച്ചുകൊണ്ട് വന്നത് ഞാനങ്ങ് വിറ്റായിരുന്നു. പിന്നെ ഇത് കിട്ടി. ഞാൻ ഇവന്മാർ രണ്ടുപേരെയും വെച്ചേക്കുക. ഏതാണ് നല്ലതെന്ന് നോക്കാം. അവൻ്റെ ഹെൽത്ത് കുറച്ച് കൂട്ടണമല്ലേ. ഞാൻ അവളുടെ എവല്യൂഷൻ നടക്കുന്നില്ല. 2 കൊല്ലം കൊണ്ട് എവല്യൂഷൻ എന്ന് പറഞ്ഞു ഞാൻ നടക്കുന്നു. ഗൈസ്, നമ്മൾ റിച്ചായി. നമ്മൾ ആന റിച്ചായി. നമുക്ക് ഇതാണ്ട് ഈ സാധനമുണ്ട്. ഈ സാധനം കിട്ടി ഗൈസ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇതുവരെ വേണം. ഇതുണ്ട് നമുക്കവിടെ ആറുണ്ട്. നിന്റെ പൊന്നാണ് നല്ലപോലെ കടിക്കുന്നു. ഉമ്മാർക്കൊക്കെ നല്ലപോലെ കടിക്കുന്നു. യവനെയാണ് ഗൈസ്. ഈ നാമത്തിനെ പോലെ ഇരിക്കുന്ന അവനെ കണ്ടോ? ഏതാണ് യവൻ? അവനാണ് കാണുന്നത്. യവൻ നമ്മുടെ മുമ്പിൽ കാണുന്നവൻ. അയ്യോ, അവൻ്റെ ഹെൽത്തും സമനമൊക്കെ കാണണം. ഒരാൾക്ക് അതുണ്ട്. pretty much good അല്ലേ ഗൈസ്? എൻ്റെ ആളെയോ അവന്മാർക്കൊക്കെ ഭാഗ്യം തന്നെ അതൊക്കെ കിട്ടുന്നില്ല. നമുക്ക് ഉണ്ടാകപ്പാട്. പക്ഷേ അവരൊക്കെ കുറേ നാൾ മുമ്പേ കളിക്കാൻ തുടങ്ങിയവന്മാരാ. എന്നാലും നമ്മളെല്ലാത്തിനും ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം. ഗൈസ്, നമ്മുടെ ഒരു കൊച്ചിറങ്ങുന്നുണ്ടായിരുന്നില്ല. ഗൈസ്, നമ്മുടെ ഒരു കൊച്ചവനും കൂടി ഇല്ലായിരുന്നോ? എന്നാൽ നല്ലോണം ഓർക്കുവാണെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട്. അതിനകത്ത് ഒരു കൊച്ചി ഇറക്കുന്നും കൂടി കാണുമെന്ന്. നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ ഇടുന്ന എടുത്തു നോക്ക്. നമ്മുടെ ഒരു കൊച്ചനും കൂടി ഉണ്ടായിരുന്നു. യവൻ്റെ ഇതേ കൊച്ചൻ. ആക്സിഡൻ്റിൽ അങ്ങോട്ട് മരിച്ചു പോകുന്നു. അല്ല, അവൻ മരിച്ചതിൻ്റെ കാരണം അവൻ കൊച്ചായോണ്ടും പിന്നെ നമ്മുടെ ഡൈനോസറിൻ്റെ കാല് അവൻ്റെ തലയുടെ മണ്ടയിലാണ് എപ്പോഴും. അവന് ചവിട്ടി കൊണ്ടാണ്. ടീറക്സ് പൊന്നാണി സൈസുണ്ട്. നമ്മൾ പാടവരൊക്കെ നമുക്ക് ഇനി എന്തു എടുക്കുന്നു? നമുക്ക് എല്ലാം ഉണ്ട്. നമുക്ക് ഈ പിങ്കും കൂടി മതി. ഈ പിങ്ക് ഓറില്ലേ അവിടെ കാണുന്നത്? പിങ്ക് പർപ്പിളാ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ തീരുമാനിക്കില്ല. എല്ലാം നിങ്ങൾ തീരുമാനിക്കും. എനിക്കിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ നേരമൊന്നുമില്ല. കാരണം ഇതല്ലല്ലോ അതിനകത്ത് കാണിക്കുന്ന റാപ്റ്റർ. നമുക്ക് അമ്മമാരെ ടൈം ചെയ്യാൻ പറ്റുന്നതാണോ? വേണോ? നമുക്ക് എവനെയും വേണമെങ്കിൽ ടൈം ചെയ്യാം. അത് കോമഡി. എനിക്ക് അവൻ്റെ ഡൈനോസറിന് നമ്മളെ ടൈം ചെയ്ത വീട്ടിനകത്തൊക്കെ കയറാണ്. അവൻ പറയുന്ന കണക്കൊന്നും അല്ല കേട്ടാ. അവൻ്റെ സൈസ് ഇത്ര ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞ് വീട്ടിൻ്റെ അകത്ത് കയറി കൊച്ചു ചിറക്.
നമുക്ക് വീട്ടിൻ്റെ വെളിയിരുന്ന് വീഡിയോ എടുക്കുന്നു. വീട്ടിൻ്റെ മണ്ടയിലിരുന്നു ടെറസിൽ. എന്നിട്ട് വേറെ ഒരു ശബ്ദം കേൾക്കുന്നത് എന്തിട്ടായി ഗൈസ്. ഞാനിവിടെ ചുമ്മാ ചുണ്ടിക്കടന്ന് നടക്കുകയാണ്. നമ്മളെ ഗോഡ് ഇവനെ അപ്ഗ്രേഡ് ചെയ്യാനാണ്. നിങ്ങളും എല്ലാം കളിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോഴേ ഇവനെ അപ്ഗ്രേഡ് ആയിരുന്നു. പക്ഷേ എവല്യൂഷൻ 3 ആയാൽ നമുക്ക് ആരെയും പേടിക്കണ്ട. എല്ലാവരും കുട്ടികളൊക്കെ അല്ലേടാ വലിയറക്കൊക്കെ കുറച്ച് സീനൊന്നും അല്ലല്ലോ ഉള്ളിൽ. അവനത്രയും സൈസ് വലുതാണെങ്കിലും നമ്മളുടെ ഈ വാലില്ലേ, 2 ഉണ്ട സാധനമുണ്ട്. അതിനകത്ത് തേങ്ങയും കണ്ട തിരികെ വെച്ചേക്കുന്നെന്ന് തോന്നുന്നു. ഒരടിക്ക് ഇവന്മാരൊക്കെ ഫ്രോസണാവും. ഗൈസ്, ഒരടി എന്ന് പറഞ്ഞപ്പോഴാ യവൻ്റെ ഒരു സീക്രട്ട് സ്കില്ലുണ്ട്. അവന് നമ്മളെ ഇടിച്ചാൽ നമ്മൾ തെറിച്ച് ആകാശത്ത് പോകും, എന്നിട്ട് തിരിച്ചു വരും. ഡാമേജ് ഒന്നും എടുക്കില്ല. അവൻ്റെ കാലിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. യവന്മാരാ. ഞാൻ ഇവിടെ കുറേ നേരം കൊണ്ട് ചുറ്റിക്കറങ്ങാൻ തുടങ്ങിയല്ലേ. ഞാൻ അടിച്ചില്ല. അവൻ എരന്ന് വാങ്ങും എൻ്റെ കയ്യിൽ നിന്ന്. അവൻ്റെ ഡാമേജ് പോയത് കണ്ടോ എത്ര വേഗം. അവൻ ചുമ്മാ നോക്കി നിൽക്കുന്നു. അവൻ ആരുടെ എനിക്ക് എത്ര ഡാമേജ് വരുന്നുണ്ടാവും. ഉണ്ടോ തരുന്നില്ല അവൻ. എന്നെ കൊല്ലുമ്പോൾ ഇപ്പം എനിക്ക് ഫുൾ ഹെൽത്ത് ആവുന്നു. മാപ്പ് എടുക്കട്ടെ. എനിക്ക് സ്ഥലത്തു നിന്ന് ഒന്ന് വിട്ടു പോകണം. വണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറണം. ഞാനിപ്പോൾ മാപ്പിൽ നോക്കിയാണ് പോകുന്നത്. മാപ്പിൽ എന്നെക്കാട്ടിയും ഈ റൗണ്ട് ഡെഡ് എല്ലാം നോക്കി എന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എത്ര ദൂരം മാപ്പുള്ള നല്ല കാര്യം. മാപ്പിൽ ഞാനിപ്പോൾ ഇത് ഞാൻ പഴയ സ്ഥലമല്ലേ ഗൈസ്, നമ്മൾ ചെന്ന പഴയ സ്ഥലം. ഇവിടെ തന്നെ നമ്മൾ എക്സിറ്റ് കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഇവിടെ ഇടയ്ക്കൂടെ വല്ല പർപ്പിൾ ഓർമ്മയുണ്ടെങ്കിൽ ഞാനതൊക്കെ മിസ്സായി കാണും. മാപ്പ് മാറ്റി കുഴപ്പമില്ല. ഒരു മെയിൻ ഏരിയ ചെന്ന ഇവിടെ എല്ലാം പാറ കല്ല് തിരിച്ചടുത്ത് വലിയ ശല്യമായി. ഞാൻ മാപ്പൊന്നും എടുക്കുന്നില്ല. മാപ്പ് എടുത്താൽ എൻ്റെ പർപ്പിൾ ഓരത് നിങ്ങൾ ഈ കാണും. 3 മിനിറ്റ് പിടിക്കാൻ പറ്റില്ല. ഐ എം എ ബിസി പേഴ്സൺ. ചുമ്മാ ഓടിക്കളിക്കും. ഓടങ്ങോട്ട്. എൻ്റെ പോലെ അവനൊക്കെ കണ്ട നമുക്ക് അവനെ വീട്ടൊക്കെ ചെയ്യാം. അത്ര വലിയ സ്ഥലത്താണെങ്കിൽ നമുക്കില്ല. അവനെ കിട്ടിയാൽ പിന്നെ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു വേഗം സ്വലം പോകണുണ്ട്. അത് ഒക്കെയാണ്. അങ്ങോട്ടൊക്കെ പോകാൻ വഴിയുണ്ട്. പോയി നോക്കാം. തള്ളിയിടരുത് കൊക്കയിലേക്ക്. പാവം കൂടിയാണ് ചേട്ടാ. കൊക്കയിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞത്. തണുത്ത കാറ്റ്. തണുത്ത കാറ്റ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പുറത്തെ വലിയ കൊക്കൊന്നുമില്ല. തണുക്കുന്നു. അപ്പുറത്തെ സൈഡ് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പുറത്തെ സൈഡിലേ നമുക്ക് പോകാൻ പറ്റും. അത് നല്ല പ്ലെയിൻ സൈഡ് കേട്ടോ. എന്നാൽ നമുക്കൊരു ടവറങ്ങ് അവിടെ പോകും. ആ സൈഡ് എങ്ങനെ പോകും? ഇവിടെ ചേട്ടാ മാറില്ല കേട്ടോ. ഇപ്പം സമയില്ലടാ പോയെ പറഞ്ഞു അടിക്കുന്ന. അവന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ലപോലെ പറ്റും. പക്ഷെ അവന് ഡൗട്ട് അടിക്കും കേട്ടോ. അവന് ഡൗട്ട് അടിക്കും. ഇതൊരു ട്രിക്കാണ് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ച് ഒരു ട്രിക്ക്.
ഇനി കുറച്ച് ബാക്കിലോട്ട് പോകണം, അപ്പം അവൻ അടിക്കാൻ പറ്റില്ല. ഡാൻസ് കളിക്കുന്നു മോനെ. മൈക്കിൾ ജാക്സൺ ആയത് മതി. പൊന്നോനെ ബാക്കി പോടോ. എവനെന്തോ അസുഖമുണ്ട് കേട്ടോ. അവൻ കയറി കുടിക്കുന്നു അങ്ങ് ചെന്ന്. ബാക്കി പോ. മെഡിക്കറ്റ് യൂസ് അവൻ എന്താ റൂഫിലൊക്കെ കയറിക്കും. എന്നിപ്പോൾ അവൻ പൊക്കിയെടുത്തേനു. വീട് വിളിക്കുമോ നിങ്ങൾ രണ്ടുപേരും കൂടി? എൻ്റെ ടെൻറ്റ് ഇതാക്കിയാലോ? ഞാനെല്ലാം കളക്ട് ചെയ്തില്ല. മോനെ ഇനിയും നിനക്ക് തിന്നാൻ പറ്റുമോ? അതിനോ മാക്സ് ലെവല് അതുകൊണ്ട് ഇന്ന് തിന്നൂടെ? നമുക്ക് 3 നേരം ഓണ്ടുണ്ട്. എവൻ്റെ എവല്യൂഷൻ 3 ഏതാ? ഓളിയാ എവൻ്റെ എവല്യൂഷൻ ഏതാ? ഇത് കൊള്ളത്തില്ല. എവൻ്റെ എവല്യൂഷൻ 3 എവൻ്റെ കുറച്ചും കൂടി കൊള്ളാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിൽ പറയേ. അത് ഇവൻ്റെയും കൂടി നോക്കാം. ആളുടെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിൽ പറയേ. ഹാച്ച് ചെയ്യാമല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ അവങ്ങൾ ഇത്രയൊന്നും ഇല്ല. നമുക്ക് കുറേ ഉണ്ട്. പക്ഷേ നിങ്ങൾ ആ ഡയമണ്ടിൻ്റെ ബാറിൽ നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഭയങ്കര റിച്ചാണെന്ന്. അല്ലേ ഗൈസ്? റിച്ചല്ലേ അമ്മാര്. ഇവിടെ ഞാൻ കുറേ ഡൈനോസറിനെ കൊല്ലാനുണ്ട്. ഇത് നമ്മൾ കണ്ടില്ല നാട്ടുകാർ. അതാണ് നമ്മൾ ഇവനെ ആവാൻ പോകുന്നത്. നാട്ടുകാരെ എനിക്ക് വടി പറഞ്ഞു തരണേ. വടി പറഞ്ഞു തരാണ് ഗൈസ്. നമ്മൾ പറഞ്ഞു കണ്ടുപിടിച്ച് നാട്ടുകാർ നമുക്ക് വഴി പറഞ്ഞു തന്ന അവസാനം. ഇവിടെ നമുക്ക് കുറേ നേരം നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 195 ഉണ്ട്. നമുക്ക് 300 എണ്ണം വേണം. ഓക്കെ, നമ്മൾ ഇവിടെ ചെന്ന് പ്ലെയിൻ സാഡിൽ ഞാൻ കണ്ട്. ഞാൻ മോനെ നീ ഇവിടെ നമുക്കിവിടെ കുറച്ച് നേരം നിന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഞാൻ അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ചെടുക്കുന്നവിടെ കാണാം. നിങ്ങൾ ചുമ്മാ ബോറടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ വീഡിയോയും ഭയങ്കര ലോങ്ങാവും. ഗൈസ് ഞാനിത് കണ്ടുപിടിച്ചു കേട്ടോ. സൂപ്പർ ഫ്ലോർ. നമുക്കൊരു 200 ആവും. നമുക്ക് കുറച്ചും കൂടി മതി ഗൈസ്. കുറച്ചും കൂടി മതി. നമുക്ക് തുള്ളി ശകലു നിന്റെ വാല വരണോ? ഞാൻ നിന്റെ വാലില്ലെങ്കിൽ പിന്നെ നീ ഒന്നുമില്ല കേട്ടോ. വാല് കിട്ടിയില്ല ഗൈസ്. എന്തോ ട്രീയാണെന്ന് പറ. ഈ പർപ്പിൾ ഓവർ കണ്ടുപിടിക്കാൻ വല്ല ട്രിക്സും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ഗൈസ് കമൻറ്റിൽ. ഞാൻ നേരത്തെ കൊന്നപ്പോൾ അവന് ചിറകില്ലായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോ സ്കിപ്പ് അടിച്ചപ്പോൾ ഞാൻ കൊന്നായിരുന്നു. അവന് ചിറകില്ലായിരുന്നു. അപ്പോൾ ഈ വെള്ള എന്തുവാ അതിന്? നീലയും വെള്ള ക്യാഷാണ്. വെള്ള ഓറും നോക്കട്ടെ. വെള്ള ഓറ് എന്തോ അത് ക്യാഷ് വല്ലതും ആണ്. ക്യാഷാണ്. എന്തിനാണ് വെള്ള ഓറ്? നിങ്ങൾക്ക് വല്ല അറിയാമെങ്കിൽ പറഞ്ഞു തരണം. അയ്യോ ഞാൻ സ്കൂപ്പ് എടുക്കാൻ. അയ്യോ കോയിസ് ആന സാധനം അവനെ ബീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ഇടം വെച്ചിട്ട് അടിക്കുന്നു. ബീറ്റ് ചെയ്യുന്നില്ല. അവന് ഒരു കുന്തോ അവന് കേൾക്കുന്നില്ല നമ്മളുടെ. ഞാൻ ഷീൽഡ് നോക്കുന്നുണ്ട് എപ്പോഴും.
അയ്യോ ഞാൻ വേസ്റ്റാക്കി. അവൻ ചാവും. ഈ ഒരടി ചത്തില്ല നമ്മൾ ആളെ നമ്മൾ എടുത്തു. ഞാൻ വൈറ്റ് ഓർ എന്തുകൊണ്ടെന്ന് നോക്കട്ടെ. ക്യാഷ് ഉള്ളൂ. അയ്യേ അത് വൈറ്റ് ഓറൊന്നും അല്ല, അത് ബ്ലൂ ഓറായിരുന്നു. അത് എനിക്ക് അസുഖമുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ. നമ്മളുടെ അപ്പുറത്ത് കിടക്കുന്നുണ്ടല്ലോ. സൈസ് വലുതാണെങ്കിലും ബുദ്ധി വേണം ഇതൊക്കെ കളിക്കാൻ. അവനൊരു പ്ലെയറാ എന്നിട്ടാ അവൻ ചത്തത്. പർപ്പിൾ ഓറിന്റെ മഴ ഇങ്ങോട്ട് വന്ന അവൻ. പർപ്പിൾ ഓറിന്റെ മഴ ഒരു സ്കൂപ്പ് എടുക്കാനേ ഉള്ളു. എന്തിനാണ് എന്നിട്ട് പർപ്പിൾ ഓറിന്റെ മറ്റേത് എത്ര ഉണ്ടായിരുന്നു? ഇത്ര സൈസിൽ ഞാൻ ഓറഞ്ച് ഓറൊക്കെ കണ്ടുപിടിച്ചില്ല. എന്നിട്ട് നാണക്കേട് ഒരു സ്റ്റെയർ ക്ലൈംബ് ചെയ്യാൻ പറ്റില്ലേ? എന്തിനാ എത്ര ലീക്കാണോ? ലീക്കായിരുന്നു. സോറി, നമുക്ക് ഈ മലയൊക്കെ ക്ലൈംബ് ചെയ്യാൻ പറ്റില്ല. ചുമ്മാ തന്നെ മലയൊന്നും ക്ലൈംബ് ചെയ്യാൻ പറ്റില്ല. അയ്യോ ഞാൻ വിസിലടിക്കാം. ഇത്രയും ദൂരമൊക്കെ ഞങ്ങൾക്ക് വരാവോടി. അവ എന്നെ കണ്ടു. എടാ നില്ലടാ, എൻ്റെ തലക്കിട്ടാ അടിച്ചത്. എടാ സ്നീക്കടിയടാ പൊട്ട. ചത്ത എങ്ങനെ ചത്ത? ആര് കൊന്നെ? എൻ്റെ തലയെങ്ങാണ്ട് മരത്തിലൊക്കെ കയറി ഇടിച്ചെന്നു. എൻ്റെ തല മരത്തിൽ കയറി ഇടിച്ചേ. ഓ വല്ല ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാവും. ഈശ്വര, ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ സത്യത്തിൽ? ഇതിനൊന്നും യൂസ് ഉണ്ടോ? നമ്മളിപ്പോൾ എന്തിനാ വന്നു? എൻ്റെ ഡൈനോസർ എവിടെയായിരുന്നെന്ന് പോലും ഞാൻ കണ്ടില്ല. അപ്പോൾ ഓരിപ്പോൾ വല്ലാത്തും കളിച്ചു വേണം. എവിടെ സത്യം പറഞ്ഞാണെങ്കിൽ ഞാൻ ഇവനെ ഓൺ ചെയ്തില്ല കേട്ടോ. ഇവന്മാർ ചിലപ്പോൾ അടി കൂടും. അളിയാ നീ കൊള്ളലടാ. അയ്യോ എവല്യൂഷൻ നമ്മളപ്പോൾ ബാക്ക് ടു ദി ഒറീന. സ്റ്റെഗോസോറസ്. എനിക്കൊന്നും വയ്യ. എന്തിനടാ ഇത്ര തവണയുടെ ഞാൻ എടുക്കുന്നു? പോയി തല്ലി ഓടിയിട്ട് വരാൻ നമുക്ക്. ഓടിയിട്ട് വരാൻ തൊണ്ടിയാണെങ്കിലും എനിക്ക് എവല്യൂഷൻ കളിയാക്കണം. ഞാൻ എത്ര കൊല്ലം കൊണ്ട് ഷോ എടുക്കുന്നു. ഗൈസ് പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. കുറേ പേര് വീഡിയോ കണ്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാവേ. ഞാനൊരു ട്രാപ്പിലായിരുന്നെന്ന്. അയ്യോ നീയൊക്കെ എന്തിനടാ ചെറിയ സാധനം പുള്ളി. ഓ ഞാൻ സീക്രട്ട് പ്ലേസ് കണ്ടേ. സീക്രട്ട് പ്ലേസ് കണ്ടേ. കുറെ നേരം കൊണ്ട് തുടങ്ങിയതാണ്. നിറമണിക്ക് വയ്യേ. നിറമണിക്ക് വയ്യടാ.
കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചത്ത്. നമ്മുടെ ഫുഡ് എന്താ ഗൈസ്? എന്നിട്ട് തിന്നാൻ പറ്റുമോടാ നിനക്ക്? കഷ്ടമുണ്ടോ നിനക്ക്? ഞാൻ തിന്നാനൊന്നും പരിശ്രമിക്കുന്നില്ല. വേണമെങ്കിൽ തിന്നാൻ മതിയോ? അല്ലേ എൻ്റെ ഫുഡ് ഞാൻ വേസ്റ്റ് ആക്കുന്നു. ഇവിടെ വല്ലതും കളിച്ചേ. ഈ ചെറിയ സാധനത്തിൽ നിന്ന് നമുക്ക് എത്ര സ്കൂപ്പ് എടുക്കാം? 1 2 3 4 5 6 7 8 9 10 സ്കൂപ്പ് എടുക്കാം അല്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടി എനിക്ക് ചാവാൻ വയ്യ. ചാവുന്ന ആരും എന്നെ വന്ന് കൊല്ലുന്നില്ല. ഞാൻ തന്നെ അടിച്ച് വീഴുന്നേ ഗൈസ്. ഏവൻ ഭയങ്കര വീക്കറാണ് ഗൈസ്. അവര് ഹെൽത്ത് കുറയുവാണെങ്കിൽ ഒരു മരത്തിലോ എന്തെങ്കിലും പോയി തട്ടിയ അതുകൊണ്ട് വെറുതെ നമ്മളെ റിയൽ ലൈഫ് ആണത്. ഓടിപ്പോയി ഏതെങ്കിലും മരത്തിൽ ഇടിച്ച് താഴെ കിടക്കും. ഇവിടെ ഡൈനോസറിന് ഇപ്പോൾ ഒരു കുഴപ്പവും പറ്റുന്നില്ല കേട്ടോ. ഞാൻ 24 ഹീൽ ചെയ്യുന്നുണ്ട്. എടാ നമുക്ക് സെൽഫ് ഹീൽ ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ റെസ്റ്റ് എടുക്കണമായിരിക്കും സെൽഫ് ഹീൽ ചെയ്യാൻ. സെൽഫ് ഹീൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. ഈയിടെ ഇതിൻ്റെ മുഖം കാണാനല്ല ഞാൻ ഇവിടെ വന്നിരുന്നത്. എന്തൊരു കാറ്റടാ. എൻ്റെ ടാബൊക്കെ ഇപ്പോൾ തെറിച്ചു എന്ന് നമ്പറിപ്പോൾ തെറിച്ചു പോകുന്നു. തണുക്കുന്നു. 22 മിനിറ്റ് വീഡിയോയാണ്. 2 മിനിറ്റ്. ഓ പർപ്പിൾ വീണ്ടും ചാവട പോലെ നീ ചാവട. ഹാമർ ടൈം. ഇപ്പൊ കിട്ടുമെന്ന് തോന്നുന്നു. 300 ആയി. നമുക്കപ്പോൾ ബേസിൽ പോവാം. ബാക്ക് ടു ബേസ്. നമ്മുടെ എവല്യൂഷൻ നടക്കാൻ പോവാണ്. വല്ലതും കുറവുണ്ടെങ്കിൽ കരയും കിടന്നു. അയ്യോ നമ്മുടെ അവനെ ഞാൻ അവിടെ ഉപേക്ഷിച്ചു നോക്കാം. ഇനി അവിടെ വരെ നടന്നു കാലുകൾ കൊണ്ട് ഞാൻ അവിടെ വരെ നടക്കണമല്ലോ. Pokemon, your revolution. Revolution time ആയി. എന്തിനാ നീ എന്തിനു കുഴപ്പം? അണ്ണ ഡിസ്മൗണ്ട് എടാ കാപ്പിടിച്ച ടേസ്റ്റ് ഫാനൊക്കെ കിടന്ന് കറങ്ങി. എടാ അത് എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കും. എണ്ണം നിങ്ങൾ കണ്ടല്ലേ? 300 എണ്ണം ആയതല്ലേ? എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണത്. ഞാൻ കാലിരിക്കുക. അപ്പം ഞാൻ ഇന്നത്തെ ഒരു തീരുമാനം എടുത്തു. നിങ്ങൾ പറഞ്ഞാലേ ഇനി ഞാൻ ഇത് ചെയ്യും. ഇതിൻ്റെ ചുമ്മാ ഞാൻ എൻ്റെ പണമെല്ലാം നഷ്ടം. അടികൂടാതെ നില്ലേ ഗവൺമെൻറ് അപ്ഗ്രേഡ് ചെയ്യാമല്ലോ. ഇവർ പറയുമ്പോഴേ നമുക്ക് എവല്യൂഷൻ നടക്കാൻ പറ്റുമോ? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ വേണ്ടി എഡിറ്റ് ചെയ്യാൻ പോകുന്ന വയസ്സ് വേറൊന്നും പറയില്ല. 12 മണിക്കൂർ കഴിഞ്ഞു. അവനെ അങ്ങ് അപ്ഗ്രേഡ് ആക്കുന്നു. സ്നോ ബയാമെന്നൊക്കെ വന്നില്ലേ എവല്യൂഷൻ നടാൻ നടക്കും.
ഗൈസ് ഭയങ്കര അപ്സെറ്റാണ്. ഞാൻ എവല്യൂഷൻ നോക്കിയില്ല, എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയുന്നത്. അതിൻ്റെ എവല്യൂഷനും നടത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.